നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജൂലൈ 25 തീയതി കർക്കിടക മാസത്തിലെ കുബേര പഞ്ചമിയാണ്. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതിലുപരി കുബേരയോഗവും വന്നു ചേരുവാൻ ഇന്ന് രാത്രി 11 മണിക്ക് മുൻപായി ഇനി പറയാൻ പോകുന്ന ഈ ഒരേ ഒരു ദീപം മാത്രം ഒന്ന് കൊളുത്തിയാൽ മതി. തീർച്ചയായും വരാഹി അമ്മയുടെ അനുഗ്രഹത്താൽ വീട്ടിൽ പണവരവ് വർദ്ധിക്കുക മാത്രമല്ല, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. എല്ലാ മാസവും പഞ്ചമി ദിവസം വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട മന്ത്രജപങ്ങൾ, നാമജപങ്ങൾ, കൂടാതെ രഹസ്യ വഴിപാട് രീതികൾ, താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായി ആർക്കും ചെയ്യാൻ സാധിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഒരു താന്ത്രിക ദീപ വഴിപാടിനെ കുറിച്ചാണ്. പൊതുവായി കർക്കിടക മാസത്തിൽ വരുന്ന വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളെല്ലാം തന്നെ വളരെയധികം വിശേഷപ്പെട്ടതാണ്. മാത്രമല്ല, ദക്ഷിണായന പുണ്യകാലത്തിൽ ആദ്യം വരുന്ന പഞ്ചമി കൂടിയാണെന്ന പ്രത്യേകതയും ഈ ഒരു പഞ്ചമിക്കുണ്ട്. ഇതിനെല്ലാം ഉപരി വ്യാഴാഴ്ച ദിവസം പഞ്ചമി തിഥി വന്നാൽ അത് വളരെയധികം വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അത്ഭുതകരമായ ദിവസം ആരും തന്നെ പാഴാക്കരുത്. പഞ്ചമി ദിവസം വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു ദീപ വഴിപാട് ചെയ്യാവുന്നതാണ്. വരാഹി അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദീപ വഴിപാട് ചെയ്തു നോക്കൂ. തീർച്ചയായും 16 തരത്തിലുള്ള സമ്പത്തും നിങ്ങളെ തേടിയെത്തുന്നതാണ്. കാരണം പഞ്ചമി തിഥി എന്നാൽ അത് വരാഹി അമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമ്മ പൂർണ്ണഫലം നൽകുന്നതാണ്. വരാഹി ദേവി ഏറ്റവും കൂടുതൽ പ്രസന്നയായിരിക്കുന്ന ഒരു ദിവസമാണ് പഞ്ചമി ദിവസം. അതുകൊണ്ട് തന്നെ ഈ പഞ്ചമി ദിവസം ഈ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്നും ഏത് സമയത്താണ് കൊളുത്തേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ പഞ്ചമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ജൂലൈ 25 തീയതി വ്യാഴാഴ്ച രാവിലെ 8:41 പഞ്ചമി തിഥി ആരംഭിച്ച് ജൂലൈ 26 തീയതി വെള്ളിയാഴ്ച രാവിലെ 6:10 പഞ്ചമി തിഥി അവസാനിക്കുന്നത്. പൊതുവായി വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന വഴിപാടുകളും നാമജപങ്ങളും എല്ലാം തന്നെ രാത്രി സമയത്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ താന്ത്രിക ദീപവും ഇന്ന് രാത്രി 7 മണി മുതൽ രാത്രി 11 മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ്. ഈ താന്ത്രിക ദീപം കൊളുത്തുവാൻ വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ വേണമെന്ന ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ്. ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ തൊഴിൽ സ്ഥാപനത്തിലും ഈ താന്ത്രിക ദീപം കൊളുത്താവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ച ദിവസം പഞ്ചമി തിഥി വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ കുബേര പഞ്ചമി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ 16 തരത്തിലുള്ള സമ്പത്തും അത് മിന്നൽ വേഗത്തിൽ ആകർഷിച്ചെടുക്കുന്നതാണ്. ഇനി കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു ദീപ വഴിപാട് ചെയ്യുവാൻ. ഇനി അറിയാതെയെങ്കിലും ഇന്ന് നോൺ വെജ് കഴിച്ചു പോയാൽ കുളിച്ചതിന് ശേഷം ഈ താന്ത്രിക ദീപം കൊളുത്താവുന്നതാണ്. ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ദീപ വഴിപാട് ചെയ്യരുത്. ഇനി പുലവാലായ്മ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി പ്രധാനമായും സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണം സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഒരു കാരണവശാലും ഇന്നത്തെ ദിവസം പാഴാക്കരുത്. ഇതുകൂടാതെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും ഇന്ന് നിർബന്ധമായും ഈ താന്ത്രിക ദീപ വഴിപാട് ചെയ്യുക. ഇനി ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇന്ന് ഈ ദീപ വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് നാളെ ജൂലൈ 26 തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 3 മണി മുതൽ വെളുപ്പിനെ 5 മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ താന്ത്രിക ദീപം നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വിഗ്രഹത്തിന് അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് പൂക്കൾ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ്. വരാഹി അമ്മയ്ക്ക് ചെമ്പരത്തിപ്പൂ എന്നാൽ വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള 5 ഇതളുകളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂ കൊണ്ട് മാല കെട്ടി അത് ദേവിക്ക് ചാർത്തുകയോ അല്ലെങ്കിൽ ചെമ്പരത്തി പൂക്കൾ കൊണ്ട് ദേവിയുടെ ഫോട്ടോ അലങ്കരിക്കാവുന്നതോ ആണ്. ഇനി നിങ്ങളുടെ പക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നീല നിറത്തിലുള്ള ശംഖുപുഷ്പമുണ്ടെങ്കിൽ അതും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇനി വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ദേവിയുടെ ആ രൂപം സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ ദീപം നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ്. ഇനി ഈ ദീപ വഴിപാട് ചെയ്യുവാൻ പുതിയൊരു മൺവിളക്കാണ് ആവശ്യമുള്ളത്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത മൺവിളക്കുണ്ടെങ്കിൽ അതുപയോഗിച്ചും ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ ദീപം കൊളുത്തുമ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ച് ദീപം കൊളുത്തരുത്. സാധിക്കുന്നവരെല്ലാവരും നെയ്യ് ഉപയോഗിച്ച് തന്നെ ദീപം കൊളുത്തേണ്ടതാണ്. ഇന്ന് പഞ്ചമി ദിവസം കൊളുത്തേണ്ട അത്ഭുത ദീപം ഏതാണെന്നാൽ അത് കൽക്കണ്ട് ദീപമാണ്. ലക്ഷ്മി ദേവിക്കും കുബേര ഭഗവാനും ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൽക്കണ്ടം. മാത്രമല്ല വെള്ള നിറവും മധുര രുചിയും ചേർന്ന ഈ വസ്തു ശുക്രഭഗവാനും പ്രിയപ്പെട്ടതാണ്. ഇനി കൽക്കണ്ട് ദീപം കൊളുത്തുവാൻ ഡയമണ്ട് കൽക്കണ്ടമോ അല്ലെങ്കിൽ സാധാരണ നോർമൽ കൽക്കണ്ടമോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി കൽക്കണ്ടം നിങ്ങളുടെ പക്കലില്ല എങ്കിൽ മാത്രം പഞ്ചസാര ഉപയോഗിച്ചും ഈ ദീപം കൊളുത്താവുന്നതാണ്. ഇനി ഒരുപാട് കൽക്കണ്ടം വാങ്ങണമെന്നില്ല. ഒരു കൈപ്പിടി അളവ് വരുന്ന രീതിയിൽ കൽക്കണ്ടം വാങ്ങിയാൽ മതിയാകും. ഏകദേശം ഒരു 50 ഗ്രാം ഡയമണ്ട് കൽക്കണ്ടം അല്ലെങ്കിൽ സാധാരണ കൽക്കണ്ടം ഉണ്ടെങ്കിൽ ഈ ദീപം കൊളുത്താവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നെയ്യ് ഉപയോഗിക്കുമ്പോൾ നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് തന്നെ ഉപയോഗിക്കുക. ഇനി ദീപം കൊളുത്തുമ്പോൾ സാധാരണ നൂൽത്തിരിയോ അല്ലെങ്കിൽ പഞ്ഞത്തിരിയോ ഉപയോഗിച്ച് ദീപം കൊളുത്താവുന്നതാണ്. ഇനി ഈ ദീപം പൂജാമുറിയിലാണ് കൊളുത്തേണ്ടത്. ഇനി തനിയെ പൂജാമുറി ഇല്ല എങ്കിൽ ഈശ്വരന്റെ ഫോട്ടോസ് നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് അവിടെ ഈ താന്ത്രിക ദീപം കൊളുത്താവുന്നതാണ്. ഇനി വിളക്ക് കൊളുത്തുമ്പോൾ കിഴക്ക് ദിശയിലേക്കോ അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം ദീപം കൊളുത്തുവാൻ. ഇനി വിളക്ക് കൊളുത്തുവാൻ കഴുകി വൃത്തിയാക്കിയ ഒരു തട്ടം എടുക്കുക. ഈ തട്ടത്തിലേക്ക് ഡയമണ്ട് കൽക്കണ്ടം ഇടുക. അല്ലെങ്കിൽ സാധാരണ കൽക്കണ്ടമാണെങ്കിൽ കുറച്ച് പൊടിച്ച് ഈ തട്ടത്തിലേക്ക് കൽക്കണ്ടം ഇടുക. അതിനുശേഷം ആ കൽക്കണ്ടത്തിന് മുകളിൽ മൺവിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. ഇനി ഈ ദീപം കൊളുത്തുന്നതിന് മുൻപ് അതിനായി ഉപയോഗിക്കുന്ന തട്ടവും മൺവിളക്കും കഴുകി വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടേണ്ടതാണ്. അതിനുശേഷമേ ഈ ദീപം കൊളുത്തുവാൻ പാടുള്ളൂ. ഇനി ദീപം കൊളുത്തുമ്പോൾ ശ്രീഭൂതരക്ഷ വാരാഹി എന്ന് 3 തവണ ചൊല്ലുക. ദീപം കൊളുത്തുമ്പോൾ ഈ തിരുനാമം ചൊല്ലേണ്ടതാണ്. അതിനുശേഷം ആ ദീപത്തിന്റെ പ്രകാശത്തിൽ വരാഹി അമ്മ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ കൽക്കണ്ട ദീപം വരാഹി അമ്മ സ്വീകരിക്കണമെന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന വരാഹി അമ്മയുടെ ഏതു മന്ത്രമാണെങ്കിലും ശരി, അതല്ല ശ്ലോകമാണെങ്കിലും ശരി, അത് ചൊല്ലാവുന്നതാണ്. ഇനി ഈ കൽക്കണ്ട ദീപത്തിന് തനിയെ നൈവേദ്യം സമർപ്പിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ സാധിക്കുന്നവർക്ക് ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പാനകമോ അതുമല്ലെങ്കിൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതള അല്ലികളിൽ തേൻ കലർത്തി അതും ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതോ ആണ്. ഇനി വിളക്ക് കൊളുത്തിയതിനു ശേഷം ദേവിയുടെ നിങ്ങൾക്കറിയാവുന്ന നാമങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലാവുന്നതാണ്. ഇനി അതൊന്നും അറിയില്ല എങ്കിൽ ഓം ശ്രീം വരാഹി ദേവിയെ നമഃ എന്ന് ചൊല്ലാവുന്നതാണ്. ഇനി ചൊല്ലുമ്പോൾ 11 തവണ ചൊല്ലാവുന്നതാണ്. ഇനി ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും പണം കുമിഞ്ഞുകൂടണം, പണവരവ് ഉണ്ടാകണം, കുബേര യോഗം ഉണ്ടാകണം, കടബാധ്യത തീരണമെന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഈ ദീപം കത്തിയിരിക്കേണ്ടതാണ്. ഇനി അരമണിക്കൂറിന് ശേഷം ഒരു പുഷ്പം കൊണ്ട് ദീപം നിങ്ങൾക്ക് അണയ്ക്കാവുന്നതാണ്. ഇനി അതല്ല ദീപം തനിയെ അണഞ്ഞാലും കുഴപ്പമില്ല. ഇനി തട്ടത്തിലുള്ള കൽക്കണ്ടം നിങ്ങൾക്കും വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും പ്രസാദമായി കഴിക്കാവുന്നതുമാണ്. വിളക്കണച്ചതിന് ശേഷം ഇന്ന് തന്നെ ഈ കൽക്കണ്ടം പ്രസാദമായി എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇന്ന് തന്നെ എടുത്ത് പ്രസാദമായി എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇന്ന് പഞ്ചമി ദിവസം ഈ കൽക്കണ്ട ദീപം നിങ്ങളൊന്ന് കൊളുത്തി നോക്കൂ. അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പണവരവിൽ അസുര വളർച്ച ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.